അർജുന്റെ മൃതദേഹം ഗംഗാവാലി പുഴയിൽ നിന്ന് കണ്ടെത്തിയതറിഞ്ഞ അർജുന്റെ സുഹൃത്തുക്കളായ രണ്ടുപേർ ലോറി ഡ്രൈവർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ചരക്കുമായി പോകുന്നതിനിടയിലാണ് ഈ വിവരം അറിഞ്ഞത്. അതേ തുടർന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അഭിലാഷും അതോടൊപ്പം തന്നെ അജീഷും. ഏറെ കാലത്തെ പരിചയമുണ്ടായിരുന്നു. ഏറെ കാലത്ത് തന്നെ ഞങ്ങൾ ഒരു 2000 മുതലുള്ള പരിചയം അർജുനായിട്ടില്ല. അർജുന് കോഴിക്കോട് ആദ്യം സിറ്റി ബസ്സിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലോറി കയറിയത്. മനാഫ് ഖാൻ്റെ ഒക്കെ കൂടെ കയറി പോയത്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ലോറിയായിട്ട് അവൻ്റെ കൂടെ പോയിട്ട് ഞങ്ങൾ ലോഡ് എടുത്ത് ഇവിടെ വന്ന് ഞാൻ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന തലേ ദിവസം അവിടെ ഞാൻ ലോറി എടുത്ത് പോകുന്നത്. അപ്പം ഞാൻ തിരുവനന്തപുരം ലോഡ് ഇറക്കുമ്പോൾ എൻ്റെ ഭാര്യ വിളിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായല്ലോ അബേട്ടാ, നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ട് കാണുന്നപ്പോൾ എന്നോട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അർജുൻ പെട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. വണ്ടി എല്ലാം കൂടെ അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അബേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ ഇന്നെല്ലാം അതിൻ്റെ തലേ ദിവസം ഞാൻ വണ്ടി രാത്രി എടുത്ത് പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അഭിലാഷ് എന്ന് പറഞ്ഞാൽ അവനാണ് അർജുനെ വണ്ടി തട്ടി വിളിച്ചപ്പോൾ അർജുൻ നല്ല ഉറക്കം ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഈ ടവർ വരെ മൊത്തം ഇങ്ങോട്ട് ഒന്നായിട്ട് വന്ന്. അതിനുശേഷമാണ് ഇവിടെ ടവറും ടാങ്കറും എല്ലാം കൂടി അടിച്ച് പോയിട്ട് ഇവിടെ അക്കരെ കുന്ന് വരെ ഈ സ്ട്രാക്ക് ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ച് പോയത്. അപ്പോൾ ഈ സംഭവം നാട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അറിഞ്ഞതിന് ശേഷം പിന്നെ ഒരാഴ്ചത്തേക്ക് ഭക്ഷണം കഴിക്കാമെന്നൊന്നും നമുക്ക് പറ്റാത്തൊരവസ്ഥ. ഇത് അറിഞ്ഞത് കൊണ്ട് ഇവിടെ വന്നതാണോ നേരത്തെ? ഇപ്പം ഇതിപ്പോൾ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്ക്രാപ്പ് ലോഡ് എടുത്ത് വന്ന് ഇങ്ങനെ കിട്ടിയെന്ന്. അതെ, അർജുനെ കിട്ടിയ അതിൻ്റെ ഇതിൽ വളരെ ആ കുടുംബത്തെ കർമ്മം ചെയ്യാനെങ്കിലും ആ അച്ഛൻ്റെ അമ്മേൻ്റെയും ഭാഗ്യം അങ്ങനല്ല, അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു കർമ്മം ചെയ്യാന്നല്ലോ. ഒരു മകൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അച്ഛനമ്മമാർക്ക് ഭയങ്കര സങ്കടമാണല്ലോ. ഇവിടുന്ന് കളഞ്ഞിട്ട് പോയപ്പോഴത്തേക്ക് അപ്പോൾ ആ മുങ്ങൽ വിധത്തെ എന്തെല്ലാം കാല് തൊഴണം, അങ്ങനത്തെ അത്രയും നമുക്ക് പറയാനുള്ളൂ. ഇത് തൊട്ട് നടക്കുന്ന മൽപ്പ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് ഞങ്ങള് മരത്തിന്റെ വർക്ക് എടുത്തതിന്റെ തലേ ദിവസം ഒരുമിച്ച് ആഹാരം കഴിച്ചിട്ട് നമ്മൾ വന്ന ആൾക്കാർ. ആ ലോഡ് കയറി വരുന്നത് നമ്മൾ ഒരുമിച്ച് വരുന്നത്. നമ്മൾ അതിന് മുന്നേ നമ്മളങ്ങ് പോയി. പക്ഷെ എന്തോ അറിയത്തില്ല, ദൈവത്തിന്റെ ഓരോ ഇത് അതിനകത്ത് സംഭവിച്ചു. കർമ്മം ചെയ്യാൻ അസ്ഥ്യങ്ങളും കിട്ടിയല്ലോ. ഈ ചാനലിനോടും എല്ലാത്തിലും അതിനുള്ള ഒരു വഴി ഇതുവരെ എന്തായാലും ചെയ്തില്ല. എന്തായാലും ആ അർജുനെ കൊണ്ട് ഇവിടുന്ന് പോകാനായിട്ട് അഞ്ജുവിനും കഴിഞ്ഞു. അഞ്ജുനും അളിയനും മനാഫ് ഇവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് വണ്ടി കിട്ടിയില്ലെങ്കിലും മനാഫിന് ഒറ്റ വാക്കേ പറഞ്ഞോളൂ, അർജുനെ കിട്ടണം. അർജുനുമായി വലിയ ആത്മബന്ധം രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് തലേ ദിവസം വരെ കണ്ടിരുന്നു എന്നാണ് രണ്ടുപേരും പറയുന്നത്. അർജുൻ്റെ ട്രക്കും അർജുനെയും കണ്ടെത്തി എന്നറിഞ്ഞാണ് ഇവർ യാത്രക്കിടെ ചരക്കുമായി പോകുന്നതിനിടെ ഇവിടെ എത്തിയതുമായി ഇവിടെ നിൽക്കുന്നുണ്ട്.